ഇവിടെ ഈ പോളിന് ശേഷമുള്ള സർവേയിലുമെല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചത് BJP നേതൃത്വത്തിലുള്ള ഈ സംഘപരിവാർ നേതൃത്വത്തെ മുഴുവൻ വറപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ ഇന്ത്യ മുന്നണി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. കോൺഗ്രസ് അതിന്റെ ഉജ്ജ്വലമായ വിജയം നേടി, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിന്റെ ഇരട്ടി സീറ്റുകൾ നേടി, 100-ലധികം സീറ്റുകൾ നേടി ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കാവലാളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് ഞങ്ങൾ വാക്കു പറയുകയാണ്. കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് രാജ്യത്തെ ജനങ്ങളോടും ഈ അധികമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത, തെറ്റുകൾ ചെയ്തു കൂട്ടിയ ഈ സംഘപരിവാർ ഗവൺമെന്റിനെ ഉറപ്പിച്ചുകൊണ്ട് അവര് 3-2 ഭൂരിപക്ഷം പ്രവചിച്ചിട്ടും 400 സീറ്റിലധികം കിട്ടുമെന്നും പ്രവചിച്ചിട്ടും താൽക്കാലികമായ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി അവരിപ്പോഴും കിതയ്ക്കുന്ന കാഴ്ചയാണ് ദേശീയ തലത്തിൽ കാണുന്നത്. അതുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങളെ നിലനിർത്താൻ, മതേതര നിലപാടിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു അധികപ്പറ്റ് ചെയ്യാനും, ഒരു അക്രമം ചെയ്യാനും, ഒരു അനീതി ചെയ്യാനും ഈ സംഘപരിവാർ ഗവൺമെന്റിനെ അനുവദിക്കാതെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ ഒരുമിച്ച് ചേരുന്ന വലിയ കാഴ്ച കൂടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുന്നത്. ആ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഉണ്ടാകണം. അതായത് വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനുമെതിരായിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ്, അത് 0 ആണ് എന്നാണ് ഞങ്ങളുടെ പ്രചരണം നടത്തിയത്. കോൺഗ്രസ് ഇല്ലാതെ എന്ത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് സംഘപരിവാറിനെതിരെ ഉണ്ടാകുന്നത്? കോൺഗ്രസ് ആണ് അതിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്, കോൺഗ്രസിനെ ദുർബലമാക്കാതെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി പരമാവധി കോൺഗ്രസ് MP-മാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഈ വിജയം തിളക്കം ഉള്ളതാക്കി മാറ്റണം എന്ന ഞങ്ങളുടെ അഭ്യർത്ഥനയാണ് ഇവിടെ കേട്ടത്. ഈ CPM-ഉം BJP-യും തമ്മിലുള്ള ഈ അവിഹിതമായ ബന്ധം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൊട്ട് നടക്കുന്നത്, ഈ കേന്ദ്ര